ദീർഘദൂര സർവീസുകളിൽ KSRTC ജീവനക്കാർ വലയുകയാണ്. ഉറങ്ങാൻ വേണ്ടത്ര സമയമോ മറ്റു സൗകര്യങ്ങളോ ഇല്ല. ഇന്നലെ ഞങ്ങൾ പാലായിലെ ഈ ജീവനക്കാരുടെ ഒരു ക്വാർട്ടേഴ്സ് കാണിച്ചു. ഈ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ദീർഘദൂരം സർവീസൊക്കെ കഴിഞ്ഞു വരുന്നവർക്ക് വേണ്ടി അവിടെ അണലി, പെരുമ്പാമ്പ് തുടങ്ങിയ സാധനങ്ങളാണ് വിശ്രമിക്കുന്നത് ഇപ്പോൾ. മാത്രവുമല്ല, അവിടെ തുറന്നു കിടക്കുന്ന ആ ജനാലയിലൂടെ കയറാത്ത ജീവികളൊന്നുമില്ല. കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്. വേറെ മാർഗമില്ലാതെ അരക്ഷിതമായ സാഹചര്യത്തിൽ ജോലി തുടരുകയാണ് KSRTCയിലെ വലിയൊരു വിഭാഗം ജീവനക്കാർ. അതും നമ്മൾ പറയണം. ആവശ്യത്തിന് വിശ്രമമോ ഉറക്കമോ ലഭിക്കാതെയാണ് സംസ്ഥാനത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളിലെ ജീവനക്കാരുടെ ദുരിതയാത്ര. ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വലഞ്ഞ് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ മണിക്കൂറുകൾ വൈകും. പലരും രാത്രി വൈകിയാണ് ട്രിപ്പ് അവസാനിപ്പിക്കുക. രാത്രി ഒന്നുറങ്ങാൻ പോലും സൗകര്യമുണ്ടാകില്ല. രാവിലെ 9:30 പാലായിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അത് കഴിഞ്ഞ് അവിടെ രാത്രി അന്ന് തന്നെ രാത്രി 9:30 ആകുമ്പം ബത്തേരി ചെല്ലും. അവിടെ കിടന്ന് ഹാൾട്ട് ചെയ്യണം. ഹാൾട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളും മുറിയിൽ സൗകര്യം കുറവായതുകൊണ്ട് നമ്മൾ ബസ്സിൽ തന്നെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ 4:30 ആകുമ്പോൾ തിരിച്ച് പാലായ്ക്ക് പുറപ്പെടണം. ഉറങ്ങാനുള്ള സമയമൊക്കെ 2-3 മണിക്കൂറൊക്കെ കഷ്ടിച്ച് കിട്ടും. അതൊക്കെയേ ഉള്ളൂ. ബസ്സിൽ പായ വിരിച്ച് കിടക്കുക. ഗതാഗതക്കുരുക്ക് യാത്രയുടെ താളം തെറ്റിക്കുമ്പോൾ യാത്രക്കാരും വലയുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം കാലിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. 3 ദിവസം മുമ്പേ ബുക്ക് ചെയ്തതാണ്. മകനെ സ്കൂളിൽ കാഞ്ഞിരപ്പള്ളി ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരണം. തിരിച്ചുള്ള ബസ് നമ്മൾ ബുക്ക് ചെയ്തതാണ് 4:30-ക്കുള്ള. ഇപ്പോൾ അവിടെ എത്തുന്നതന്നെ 2 മണിക്കൂർ ലേറ്റായിട്ട് എത്തുന്നത്. തിരിച്ചുള്ള ബസ് ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് ലേറ്റ് ഈവനിങ്ങിൽ ബുക്ക് ചെയ്തു. ഭക്ഷണ സമയം ക്രമീകരിച്ച ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ ബസ് ഒതുക്കിയാൽ ചിലപ്പോൾ ക്യാൻറ്റീൻ ഉണ്ടാകില്ല. വിശന്ന് വലഞ്ഞ് യാത്ര തുടരും. ദീർഘദൂര സർവീസ് നടത്തുന്ന ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകൾക്ക് അധികൃതർ പുല്ലുവിലയാണ് നൽകുന്നത്. ജീവിക്കാൻ വേണ്ടി മാർഗമില്ലാതെ നിസ്സഹായരായി ഇവർ ഈ ദുരിതയാത്ര തുടരുന്നു. KSRTC ദീർഘദൂര സർവീസുകളിലെ ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകൾ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. എന്നാൽ ഒരു പരിഹാരവുമില്ലാതെ ഇവരുടെ ദുരിതയാത്ര തുടരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. അങ്ങനെ വളയം പിടിക്കുന്ന സാധാരണ ജീവനക്കാർ, ദീർഘദൂര സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളിലെ ജീവനക്കാരുടെ പ്രശ്നമാണ് ലേബി പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. ജീവനക്കാർ നിസ്സഹായരാണ്, യാത്രക്കാർ നിസ്സഹായരാണ്, KSRTCയും നിസ്സഹായരാണ്. ആ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആര് രക്ഷിക്കും KSRTC എന്ന ചോദ്യമാണ് റിപ്പോർട്ടിൻ്റെ ലൈവാത്തോൺ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇനിയുമുണ്ട് പറയാൻ ഒട്ടേറെ കാര്യങ്ങൾ. പറഞ്ഞാലും തീരാത്ത കുഴപ്പങ്ങൾ KSRTCയിലുണ്ട്. ഈ കുഴപ്പങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് അതിലും ഏറ്റവും വലിയ കുഴപ്പവും.